ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന സിനിമകളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി, എം.ടി. വാസുദേവൻ നായർ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമകൾ തന്നെയാണ് എന്നുള്ളതാണ്. ഏത് നടനെയും വെച്ച് നോക്കിയാലും ഈ ഒരു പേരിന് തന്നെയാണ് മലയാളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത്. വീണ്ടും എം.ടിയും മമ്മൂട്ടിയും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നു, അത് വലിയ രീതിയിലുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. സിനിമ ഓൾറെഡി ചിത്രീകരണമൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത എം.ടിയുടെ ആന്തോളജി മൂവി എന്ന് തന്നെ പറയാം. 10ഓളം ചിത്രങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുള്ള നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ചെയ്തിരുന്ന ഒരു സിനിമയാണ് ഇത് എന്നുള്ളതാണ്. കടുകന്നാവ ഒരു യാത്രക്കുറിപ്പ് എന്നുള്ളതാണ്. എം.ടിയും രഞ്ജിത്തും മമ്മൂട്ടിയും ഒന്നിച്ച ഈ ഒരു സിനിമ നേരത്തെ തന്നെ തീർന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ചിത്രീകരണം തീർന്ന സിനിമയായിരുന്നു എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ റിലീസിനെത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. എന്തായാലും നെറ്റ്ഫ്ലിക്സിലൂടെ അല്ല എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റുകൾ വരുന്നത്. സിയിലൂടെയാണ് വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 10ഓളം ചിത്രങ്ങളാണ്. മോഹൻലാലിൻ്റെ ഓളവും തീരവും ഇതിനകത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. മലയാളത്തിലെ പ്രമുഖ നടന്മാർ പങ്കുവെക്കുക അല്ലെങ്കിൽ അണിനിരക്കുന്ന 10ഓളം സിനിമകൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ഇതിനകത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, കടുകന്നാവ തന്നെയാണ്. മമ്മൂട്ടി എം.ടിയുടെ തിരക്കഥയിൽ വരുമ്പോൾ നമുക്ക് വേറൊരു സംഭവം തന്നെയാണ്. എന്നും നമ്മളെ ത്രസിപ്പിക്കുന്ന കഥകളും അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന കഥകളുമായിട്ടാണ് എം.ടി. വാസുദേവൻ നായർ വന്നിരിക്കുന്നത്. അതിൽ മമ്മൂട്ടി കൂടി കണ്ണിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, എന്ത് എം.ടി. വാസുദേവൻ നായർ മനസ്സിൽ കുറിച്ചോ അക്ഷരങ്ങളിലൂടെ എഴുതി വെച്ചോ അതിൻ്റെ മുകളിലേക്കുള്ള പെർഫോമൻസ് മമ്മൂട്ടിയിൽ നിന്ന് കിട്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും മലയാളികൾ, വേൾഡ് മുഴുവനുള്ള മലയാളികൾ ചിന്തിക്കുന്നത് എം.ടിയും മമ്മൂട്ടിയും ചേർന്നൊരു സിനിമ വരണമെന്നുള്ളത്. 10 മിനിറ്റിൻ്റെ സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ദൈർഘ്യമുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും, അരമണിക്കൂറെന്നാണ് അറിയാൻ കഴിയുന്നത്, 10 മിനിറ്റ് അല്ല, അരമണിക്കൂറാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചെറിയ ഒരു സിനിമയാണെങ്കിൽ പോലും ആളുകളുടെ മനസ്സിൽ ഇതിന് വലിയ രീതിയിൽ വേരോട്ടമുള്ളത് തന്നെ. എം.ടി. വാസുദേവൻ നായരുടെ കഥകൾ കോർത്തിണക്കിയ നെറ്റ്ഫ്ലിക്സ് ആന്തോളജി സിനിമ സീരീസിൽ കടുകന്നാവ ഒരു യാത്രക്കുറിപ്പ് സംവിധായകൻ രഞ്ജിത്ത് സിനിമയാക്കുമെന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എം.ടിയുടെ ആത്മകഥാംശമുള്ള ചെറുകഥയാണ് കടുകന്നാവ. മമ്മൂട്ടിയാണ് പി.കെ. വേണുഗോപാൽ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീലങ്കയിലെ ഒരു സ്ഥലപ്പേരാണ് കടുകന്നാവ. ശ്രീലങ്കയിൽ ജോലി ചെയ്തിരുന്ന അച്ഛന് മറ്റൊരു ബന്ധത്തിലുണ്ടായ മകൾ എന്ന് കരുതപ്പെടുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ്റെ ഓർമ്മയാണ് കടുകന്നാവ. ഒരു ഔദ്യോഗിക ആവശ്യത്തിനായി ശ്രീലങ്കയിലേക്ക് പോകേണ്ടി വരുന്ന വേണുഗോപാൽ പഴയ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കുകയാണ് ചിത്രത്തിൽ. ഈ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ തുടർച്ചയെന്നോണം എം.ടി എഴുതിയ ചെറുകഥയാണ് കടുകന്നാവ ഒരു യാത്രക്കുറിപ്പ്. ശ്രീലങ്കയിലെ കലാപം നടക്കുന്നതിനാൽ സിനിമ എവിടെ ചിത്രീകരിക്കും എന്നുള്ള ഒരു അന്തിമ തീരുമാനമൊന്നും ആയിരുന്നില്ല ആ ഒരു സമയത്ത്. അതായത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സീസണിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അന്ന് ജയസൂര്യയും ഒന്നിച്ചിട്ടുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ശ്രീലങ്കയിൽ മമ്മൂട്ടി ചിത്രീകരണത്തിന് എന്നപ്പോഴുള്ള സ്വീകരണവും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ കണ്ടിരുന്നതാണ്. എന്താണേലും മലയാള സിനിമയ്ക്ക് വലിയ രീതിയിൽ വേരോട്ടമുള്ള ശ്രീലങ്കയിൽ ഇത് മറ്റൊരു ഗംഭീര വിജയമാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ സിനിമ എത്തുമ്പോൾ ഇവിടെ മത്സരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും അണിനിരക്കുന്നു എം.ടിയുടെ 10 ചെറുകഥകളിലൂടെ. അതിൽ മുന്നിൽ നിൽക്കുന്നു കടുകന്നാവയും അതേപോലെ ഓളവും തീരവും. ഓളവും തീരത്തിനും വേണ്ടിയും ഒരുപാട് പേർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രകടനത്തെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നോക്കിയിരിക്കുന്നത്. വീണ്ടും ഒരാവശ്യം ജനങ്ങൾ വരികയാണ്, കാലം അതിക്രമിക്കുന്നു മമ്മൂട്ടി സാർ എന്നുള്ളത് തന്നെ. വേറെ ഒന്നുമല്ല, എം.ടി സാറുമൊത്ത് മമ്മൂക്ക ഒരു സിനിമ ചെയ്യണം. കടുകന്നാവ ഞങ്ങൾ തൃപ്തരാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങൾക്ക് വേണ്ടത് ഒരു ചരിത്ര സിനിമയാണ്, അത് അങ്ങ് തന്നെ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആദ്യം നമ്മുടെ വായിൽ നിന്ന് വരുന്നതും ഈ ഒരു വാക്ക് തന്നെയായിരിക്കും, മമ്മൂക്ക എന്നുള്ളതാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.